നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ദേവൻ മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചുകൊണ്ട് ദീപയോട് പറഞ്ഞു. ഏട്ടത്തി, ഞാൻ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ വല്ലാതെ കരഞ്ഞു. അതുകൊണ്ടാ അവൻ പറഞ്ഞത് വിശ്വാസമായ മട്ടിൽ ചുണ്ടിൽ ചിരി വരുത്തിക്കൊണ്ട് തലയാട്ടി. ദീപ കയ്യിലുള്ള വാച്ചിലേക്കൊന്ന് നോക്കി ദേവനോട് പറഞ്ഞു. മീറ്റിങ്ങിനുള്ള സമയമായി. ഇപ്പോൾ വരാ ഏടത്തി. ദേവൻ പറഞ്ഞപ്പോൾ ദീപ അവിടുന്ന് പോയി. അവൻ വല്ലാതെ ടെൻഷനോടെ അവൻ്റെ ചെയറിൽ പോയിരുന്ന് മനസ്സിലോർത്തു. ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചുവെന്ന് തോന്നിപ്പോയി. ഏട്ടത്തിക്ക് സംശയം വല്ലതും തോന്നിയിട്ടുണ്ടാവുമോ? ഗൗരിയോട് ഏടത്തിക്ക് വല്ലാതൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് ഹേമയെക്കുറിച്ച് ഏടത്തി ഗൗരിയോട് വല്ലതും പറയുമോ? ഏയ്, പറയാൻ വഴിയില്ല. ഹേമയെപ്പോലൊരു പെണ്ണ് എൻ്റെ ഭാര്യയാണെന്ന് പറയാൻ ഏട്ടത്തി ഇഷ്ടപ്പെടുന്നില്ല. ഗൗരിയോട് എന്തെങ്കിലും ചോദിക്കുമോ? അവൾ എന്തായിരിക്കും പറയുക? അവൻ ഫോണെടുത്ത് ഗൗരിയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. പെട്ടെന്ന് തന്നെ അത് കട്ടാക്കി അവൻ മന്ത്രിച്ചു. വേണ്ട, ചിലപ്പോൾ ഏട്ടത്തി ഇവിടുന്ന് ഗൗരിയുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. ആ സമയത്ത് പെട്ടെന്ന് ഡോർ തള്ളി തുറന്ന് രവി അകത്തേക്ക് വന്നു. ദേവൻ ഒരു ഞെട്ടലോടെ രവിയെ നോക്കി വല്ലാതെ അസ്വസ്ഥനായി. ദേവൻ്റെ ഭാവം കണ്ട് രവി അവൻ്റെ അടുത്തേക്ക് വേഗത്തിൽ ചെന്ന് ചോദിച്ചു. എന്തുപറ്റി സാർ? വല്ലാതിരിക്കുന്നല്ലോ. എന്തെങ്കിലും ടെൻഷനുണ്ടോ? എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല. നീ ഡോർ നോക്ക് ചെയ്യാതെ എന്തിനാ വന്നത്? ഒരു റൂമിലേക്ക് കയറി വരേണ്ട സാമാന്യ മര്യാദ നിനക്കില്ലേ? അതുകൊണ്ടാണോ സാറ് ടെൻഷനായത്? അല്ല, നീ ഇനി എൻ്റെ പുറകെ വരുന്നില്ലെന്ന് പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വന്നത്? മീറ്റിംഗ് തുടങ്ങാൻ സമയമാവും തോറും എനിക്ക് വീട്ടിലിരിക്കാൻ വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. മീറ്റിങ്ങിൽ എന്തൊക്കെയാ സാറ് പറയാൻ പോകുന്നതെന്നറിയാതെ വല്ലാതെ ടെൻഷനാവുന്നുണ്ട്. ഓഫീസിനുള്ളിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും മീറ്റിംഗ് ഹാളിലേക്ക് പോയിരിക്കുക. സാറ് വരൂ എന്ന് പറഞ്ഞ് രവി അവനെ കൂട്ടി മീറ്റിംഗ് ഹാളിലേക്ക് ചെന്നു. ഗൗരി ദീപയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ദീപ എന്തെങ്കിലും ചോദിക്കുമോ എന്ന ഭയം അവളുടെ മുഖത്തുണ്ടായിരുന്നു. ദേവൻ വന്ന് ചെയറിൽ ഇരുന്നതും നാൻസി ചോദിച്ചു. എല്ലാ മാസവും സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകാറുണ്ടെങ്കിലും ഇന്ന് പെട്ടെന്ന് മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത് എന്തിനാ ദേവൻ? അതെ, പെട്ടെന്ന് മീറ്റിംഗ് വിളിക്കേണ്ട എന്താവശ്യം ഉണ്ടായത്? അഞ്ജലി ചോദിച്ചു. ഓഫീസിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചും ഫ്യൂച്ചർ പ്ലാൻസിനെ പറ്റിയെല്ലാം സ്റ്റാഫിനെ അറിയിക്കുന്നതിനും അതുപോലെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് പങ്കുവയ്ക്കുന്നതിനും എല്ലാ മാസവും നമ്മൾ മീറ്റിംഗ് നടത്താറുണ്ടല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ഈ മീറ്റിങ്ങിൽ തുറന്നു പറയാവുന്നതാണ്, ദേവൻ പറഞ്ഞു. ബുദ്ധിമുട്ടുകളെന്ന് പറയാൻ അങ്ങനെയൊന്നും ഇല്ല സാർ. സ്റ്റാഫുകൾക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ രാജീവ് സാർ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കോശി സാർ എന്തോ സർജറി കഴിഞ്ഞ് വീട്ടിൽ റെസ്റ്റിലാണെന്നറിഞ്ഞു. നാളെ ഓഫീസിൽ നിന്ന് കുറച്ചു പേർ കോശി സാറിനെ കാണാനായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, കിഷോർ പറഞ്ഞു. ഗുഡ്. മറ്റെന്തെങ്കിലും? ദേവൻ ചോദിച്ചു. അപ്പോൾ നാൻസി പറഞ്ഞു. ദേവൻ, ഒരു ഫ്രണ്ടെന്ന നിലയിൽ അഞ്ജലി ഓഫീസ് കാര്യങ്ങൾ ദേവൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ദേവൻ അതിന് അഞ്ജലിയെ ഒരുപാട് ഹേർട്ട് ചെയ്തു. അഞ്ജലി വല്ലാതെ വിഷമത്തിലായി. അതുകൊണ്ടാ റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചത്. അഞ്ജലിയുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് അവൾക്ക് തിരുത്താൻ ഒരവസരം കൊടുക്കണമെന്നാ എൻ്റെ അഭിപ്രായം. അഞ്ജലിയോട് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാണല്ലോ. പക്ഷേ അഞ്ജലി പറഞ്ഞത് റിസൈൻ ചെയ്യാൻ തന്നെയാണ് തീരുമാനം എന്നാണല്ലോ. അത് അഞ്ജലിയുടെ വിഷമം കൊണ്ടാണെന്ന് പറഞ്ഞല്ലോ, നാൻസി പറഞ്ഞു. അഞ്ജലി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തി ഓഫീസിൽ കണ്ടിന്യൂ ചെയ്തോളാൻ. നീ റിസൈൻ ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, ദേവൻ പറഞ്ഞു. ദേവൻ ഇത്രയും പറയുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെയാ അനുസരിക്കാതിരിക്കുക? അഞ്ജലി വളരെ സങ്കടം അഭിനയിച്ച് പറഞ്ഞു. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ദേവൻ ചോദിച്ചു. ആരും ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് ദേവൻ പറഞ്ഞു. കോശി സാർ ഇല്ലാത്തതുകൊണ്ട് വർക്ക് ലോഡ് കൂടുതലാണെന്ന് രാജീവിന് തോന്നിയിട്ടുണ്ടോ? കോശി സാർ എനിക്കൊരാശ്വാസമായിരുന്നു സർ. അല്ലാതെ എന്ന് പറഞ്ഞ് രാജീവ് നിർത്തി. കോശി സാറിൻ്റെ ജോലി കൂടി രാജീവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയായിരുന്നു. എന്നിട്ടും ഞാൻ രാജീവിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ല. രാജീവിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി അക്കാര്യം എന്നെ ധരിപ്പിച്ചത് ഗൗരിയാണ്. രാജീവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയായിരുന്നല്ലോ എന്ന് ദേവൻ പറഞ്ഞതും രാജീവ് ഗൗരിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. എന്നിട്ട് ദേവനോട് പറഞ്ഞു. ഞാനതൊരു പരാതിയായി പറഞ്ഞതല്ല സർ, ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. താൻ പരാതി പറഞ്ഞെന്ന് ഗൗരി എന്നോട് പറഞ്ഞില്ല. തനിക്കൊരു അസിസ്റ്റൻറ്റിനെ ആവശ്യമാണെന്ന് ബോധ്യപ്പെടുത്തി തന്നു. ഓഫീസിൽ മറ്റാർക്കും തോന്നാത്തൊരു കാര്യമാണ് ഗൗരിക്ക് തോന്നിയത്.
ഗൗരി ഓഫീസ് പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ കൊണ്ടുവരുന്നുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഗൗരിയെക്കുറിച്ച് ദേവൻ പറയുന്നത് കേട്ട് അഞ്ജലിക്കും നാൻസിക്കും വല്ലാതെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കമ്പനി കാര്യങ്ങളിലും ഓഫീസ് കാര്യങ്ങളിലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിവുള്ള ആളാ രാജീവ്. രാജീവിൻ്റെ അസിസ്റ്റൻ്റായി ഓഫീസ് കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഗൗരിയെ തന്നെ നിയമിക്കാനാ എൻ്റെ തീരുമാനം. അത് കേട്ടതും അഞ്ജലിയുടെ മുഖം വലിഞ്ഞു മുറുകി. കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. പല്ലുകൾ കടിച്ചു ഞെരിച്ചു. എങ്കിലും അവൾ ദേഷ്യം നിയന്ത്രിച്ച് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കയ്യടിയോടെ ദേവൻ്റെ വാക്കിനെ സ്വീകരിച്ചു. മറ്റെല്ലാവരും കൈയടിക്കുന്നത് കണ്ട് ഗൗരി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, എനിക്ക് പറ്റില്ല, ഞാൻ ഇപ്പം ചെയ്യുന്ന ജോലി തന്നെ ചെയ്തോളാം. അത് കേട്ട് ദീപ അവളെ പിടിച്ച് സീറ്റിലിരുത്തി പറഞ്ഞു, ഗൗരി നീ മിണ്ടാതിരിക്കെ. ഇല്ല ചേച്ചി എന്ന് പറഞ്ഞ് അവൾ വീണ്ടും എഴുന്നേറ്റ് നിന്നു. എനിക്കിത് സമ്മതല്ല, ഞാൻ ഇപ്പം ചെയ്യുന്ന ജോലി തന്നെ ചെയ്യൂ. എന്തുകൊണ്ട് സമ്മതല്ല? ദേവൻ ചോദിച്ചു. ഒരു ജോലിക്ക് വന്നു, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു ജോലിയിലേക്ക് മാറ്റി. അതൊന്ന് നന്നായി പഠിച്ചു വരുമ്പോഴേക്കും അതിൽ നിന്ന് മാറ്റി മറ്റൊന്ന് ചെയ്യാൻ പറയുന്നു. ഇതെന്ത് ബുദ്ധിമുട്ടാ? ഗൗരി പറഞ്ഞു. വീട്ടുജോലി പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നും അല്ല ഗൗരി ഓഫീസ് ജോലി. വെറുതെ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് വിരലുകൾ ചലിപ്പിച്ചാൽ മാത്രം മതി. പിന്നെ കുറച്ച് ബുദ്ധി കൂടി ഉപയോഗിക്കണം, അത്രയേ ഉള്ളൂ, ദേവൻ പറഞ്ഞു. ഗൗരിക്ക് അപ്പോഴാണ് ദേവൻ പണി കൊടുത്തതാണെന്ന് മനസ്സിലായത്. ഗൗരി ഒരു സങ്കടത്തോടെ ദേവനെ നോക്കിയപ്പോൾ അവൻ ചെറിയൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. രാജീവ്, ഗൗരിയെ അസിസ്റ്റന്റ് മാനേജരാക്കി നിയമിക്കുന്നതിനുള്ള പേപ്പറുകൾ ഉടൻ തന്നെ തയ്യാറാക്കൂ, ദേവൻ കർക്കശമായി പറഞ്ഞു. ഇത് കേട്ടതും ഗൗരി ഞെട്ടി. വേണ്ട, എനിക്ക് സമ്മതല്ല, അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സമ്മതല്ലെങ്കിൽ വീട്ടിലിരുന്നാൽ മതി, ഓഫീസിലേക്ക് വരണ്ട. എന്ത് ചെയ്യണമെന്നറിയാതെ വളരെ സങ്കടത്തോടെ ഗൗരി അവിടെ തന്നെ ഇരുന്നു. ഈ സമയം രാജീവ് ചോദിച്ചു, സർ, അപ്പോൾ ഗൗരി ചെയ്തുകൊണ്ടിരുന്ന ജോലിയോ? അഞ്ജലി റിസൈൻ ചെയ്യുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അഞ്ജലി ഇനി മുതൽ ഗൗരി ചെയ്തിരുന്ന ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഒപ്പം രവിയും. അതുകൂടെ കേട്ടതും അഞ്ജലിയുടെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. ശാന്തമായി എഴുന്നേറ്റ് ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് കൃത്രിമമായി ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ് ഗൗരി, നിനക്ക് നല്ല കഴിവുണ്ട്. ദേവൻ അത് കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിനക്ക് ഇങ്ങനെയൊരു പ്രമോഷൻ കിട്ടിയത്. അഞ്ജലിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് നാൻസിയും മറ്റുള്ളവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഗൗരി, നിന്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരണം, മെഡിക്ലെയിമിൽ ചേർക്കാൻ വേണ്ടിയാ. ഗൗരിക്ക് വല്ലാത്തൊരു ഭയം തോന്നി. അവൾ ദീപയെ നോക്കി പറഞ്ഞു, എനിക്ക് ഫാമിലി മെഡിക്ലെയിം വേണ്ട, എനിക്ക് മാത്രം മതി. എന്തിനാ വെറുതെ അത് മിസ് ചെയ്യുന്നത്? നിന്റെ ഭർത്താവിനെയും മറ്റു കുടുംബാംഗങ്ങളെയും കൂടി ക്ലെയിമിൽ ഉൾപ്പെടുത്താൻ കഴിയും. തിങ്കളാഴ്ച വരുമ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൊണ്ടുവരണം, ദീപ നിർദ്ദേശിച്ചു. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ദീപ ഗൗരിയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഗൗരിയുടെ മുഖത്ത് ഭയവും ടെൻഷനും വ്യക്തമായിരുന്നു. മീറ്റിംഗ് ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി രവി ദേവനോട് പറഞ്ഞു, സാറപ്പോൾ അവളെ വീട്ടിലിരുത്താൻ വേണ്ടിയാണല്ലേ ഇങ്ങനൊരു പണി കൊടുത്തത്? നന്നായി. അപ്പം ഇനി വീട്ടുജോലിക്ക് ആളെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, അവൾ തന്നെ വീട്ടിലെ ജോലികൾ മുഴുവൻ ചെയ്തോളും. നിന്നോട് ഞാനൊരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നീ അത് ചെയ്താൽ മതി, മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണ്ട, ദേവൻ പറഞ്ഞു. അപ്പോൾ ജോലിക്ക് ആളെ എടുക്കുകയും വേണം, അവൾ വെറുതെ വീട്ടിലിരിക്കുകയും ചെയ്യും. വീട്ടിലിരുന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ സാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വെറും ഒരു ഓഫീസ് അസിസ്റ്റൻ്റായി വന്ന് ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജറായി. കൂടുതൽ സൗകര്യങ്ങൾ കൊടുത്ത് നന്നായി പഠിപ്പിക്ക്. അടുത്തത് അവൾ സാറിൻ്റെ കസേരയിൽ കയറിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് രവി അവിടുന്ന് പുറത്തേക്ക് പോയി. ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള വഴിയിൽ ഗൗരിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. നടക്കുമ്പോൾ അവൾ ഓരോന്നും ചിന്തിച്ചു. സാറ് മനഃപൂർവ്വം എനിക്ക് പണി തന്നതാ. +2 മാത്രം യോഗ്യതയുള്ള എനിക്ക് അസിസ്റ്റന്റ് മാനേജർ എന്ന ഉത്തരവാദിത്തം ഒരിക്കലും കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് സാറിനറിയാം. ഏതെങ്കിലും ഒരു ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് ആവുന്നത് പോലെയല്ല കമ്പനിയുടെ അസിസ്റ്റന്റ് മാനേജർ ആവുന്നത്. സാർ എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്? അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നടക്കുമ്പോൾ വഴിയിൽ ഒരു കാറിനടുത്ത് നിന്നിരുന്ന ഒരാൾ അവളെ വിളിച്ചു.